ഫ്രണ്ട്സ്, എല്ലാവർക്കും ജംഗിൾ ബുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ്റെ വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ചിക്കൻ ഐറ്റം, മംഗലാപുരംകാരുടെ സ്പെഷ്യൽ ഒരു ഐറ്റം. വളരെ സിമ്പിളാണ്, ചെറിയൊരു വീഡിയോ ആണ്. അതേപോലെ തന്നെ 1-2 ഐറ്റം വെച്ചിട്ടുണ്ടാക്കുന്ന സിമ്പിളായിട്ടൊരു സംഭവമാണ്. നെയ്ച്ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്നതാണ്, പക്ഷെ നമ്മൾ സാധാരണ ഉണ്ടാക്കി കഴിക്കുന്നതെന്ന് മാത്രം. എന്നാൽ പിന്നെ വീഡിയോയിലേക്ക് പോയാലോ. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് നമ്മളൊരു 1/2 കിലോ ചിക്കൻ ഇടുകയാണ്. നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കി വെക്കുന്നതുകൊണ്ട് അധികമൊന്നും നമ്മൾ ഉണ്ടാക്കി പരീക്ഷിക്കാൻ നിന്നില്ല. ഒരു 1/2 കിലോ ചിക്കൻ അത് നമ്മൾ പാനിലേക്ക് ഇടുന്നു. അതിനകത്തേക്ക് ഇച്ചിരി ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ലതായിട്ട് തിളപ്പിച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 3/4 ബൗളോളം വേവിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ സാധനം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. തിളച്ച് ഇച്ചിരി മഞ്ഞൾപ്പൊടി അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ആഡ് ചെയ്തത് നമ്മൾ നേരത്തെ ആഡ് ചെയ്യാൻ ശരിക്കും മറന്നുപോയതാണ്. അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമ്മളൊരു ഒരു ഇതിൽ കുറച്ച് വെള്ളം എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് വറ്റൽമുളക്, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. കാരണം വേറെ ഒന്നിനല്ല, കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് തിളപ്പിക്കണം. നന്നായിട്ട് തിളപ്പിച്ചിട്ട് വേണം ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് നന്നായി തിളപ്പിച്ച് വേവിച്ചെടുക്കുക. അതിനുശേഷം നമുക്കിതൊരു ജാറിലേക്ക് മാറ്റണം. അപ്പം അതിന് മുമ്പ് നമുക്ക് തിളച്ച വെള്ളത്തിൽ നിന്ന് അത് എടുത്ത് മാറ്റുക. പാത്രത്തിലേക്ക് മാറ്റിയിടുന്നുണ്ട്. മാറ്റിയിട്ടതിന് ശേഷം ഇത് നമ്മളൊരു മിക്സീൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കണം. ആദ്യം വേണ്ടത് കുറച്ച് ചെറിയ ജീരകമാണ്. ചെറിയ ജീരകം, അതിനുശേഷം കുറച്ച് വെളുത്തുള്ളി. ഈ വെളുത്തുള്ളിയും കൂടി ഇട്ട് ഇതിനകത്തേക്ക് നമ്മൾ എല്ലാ മുളകും കൂടി ഇട്ട് എല്ലാം കൂടി അടിച്ച് എടുക്കാനുള്ള ഉള്ളിൽ കുത്തി നിറയ്ക്കുകയാണ്. മാക്സിമം നമ്മൾ കുത്തി നിറച്ചു. എന്നിട്ട് നമ്മൾ അടിച്ചെടുത്തു. ഈ ഒരു പരുവത്തിൽ ബാക്കി കാണുന്നത് ബാക്കി വന്ന മുളക് കേട്ടോ. അതിനുശേഷം വീണ്ടും നമ്മളൊരു പാൻ അടുപ്പത്ത് വെക്കുന്നു. അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് നമ്മൾ അരച്ച മുളക്, അതായത് എന്താ പറയുക, ഇതിനധികം എരിവൊന്നുമില്ല കേട്ടോ. നമ്മൾ അരച്ചതാണെങ്കിലും ഒരുപാട് എരിവില്ല, വേവിച്ചുകൊണ്ട് തന്നെ ഇതിനകത്ത് എരിവില്ല. ഇത് നമ്മൾ നന്നായിട്ട് ഒന്ന് ചൂടാക്കി, ഇതാണ് ഇതിൻ്റെ മസാല എന്ന് പറഞ്ഞാൽ. ഇത്രയേ ഉള്ളൂ മസാല. ഇത് വേവിച്ചെടുക്കണം. നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി വേവിച്ചെടുക്കുക. ഇനിയാണ് ഇതിൻ്റെ മെയിൻ ഐറ്റം, നെയ്യ്. നമ്മൾ സാധാരണ മേടിക്കുന്ന നെയ്യ്, ഇതൊരു 100 ഗ്രാം നെയ്യാണ്. ഈ നെയ്യ് രണ്ടാമത് മൂന്നാമതൊക്കെ ആയിട്ട് ഇങ്ങനെ ഇട്ടിട്ട് കുറച്ച് ഇട്ടിട്ട് ഈ നെയ്യിൽ ഇത് നന്നായിട്ട് കൊഴുപ്പിച്ച് വേവിച്ചെടുക്കണം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ശരിക്കും. ഇത് നന്നായിട്ട് ഇതിനകത്ത് 1, 2, 3 പ്രാവശ്യം ഒരുമിച്ചിടണ്ട, കുറച്ച് ഇട്ട് അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞ് നമ്മുടെ പരിപാടി കഴിഞ്ഞു. അതിനകത്തേക്ക് നമ്മൾ ചിക്കൻ ആഡ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇത് നന്നായിട്ട് കുറച്ച് വേകാനുള്ള സമയം, അതായത് ഈ മസാലക്കുത്തൊക്കെ പോയി വേകാനുള്ള സമയം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ എടുത്ത് അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് പുരട്ടിയെടുക്കുക. പുരട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് അത് കുറച്ച് നേരം വേകണമല്ലോ. വെന്താലല്ലേ ഈ മസാല ഈ മുളകും ഇതിനകത്തുമായിട്ട് പിടിക്കുകയുള്ളൂ. ഇത്രയേ ഉള്ളൂ ശരിക്കും സംഭവം, ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇത് ഇനി നന്നായിട്ട് കുറുക്കി നന്നായി തിളച്ച് വെള്ളം വറ്റണം. ഇതിനകത്ത് ഉണ്ടായിരുന്ന ആ ഒരു നമ്മൾ അരച്ചപ്പോൾ ഉണ്ടായിരുന്ന വെള്ളം നന്നായിട്ട് വറ്റി നല്ലോണമായിട്ട് വരിക. നല്ല ഗ്രേവി ടൈപ്പ്, നല്ല തിക്ക് ഗ്രേവി ആയി കിട്ടണം. ഇപ്പം ഇതിൻ്റെ കളറൊക്കെ മാറി നല്ല ചുവന്ന കളറായിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ തന്നെ ഇത് വേഗം ഇതിൻ്റെ വെള്ളം വറ്റിപ്പോകും. കുറച്ച് വെള്ളമല്ലേ നമ്മൾ വെച്ചിട്ടുള്ളൂ. ഓൾറെഡി ചിക്കൻ വെന്തുകൊണ്ട് തന്നെ കുറച്ച് നേരം കൂടെ ഒന്ന് ചൂടായാൽ തന്നെ ബാക്കിയും കൂടെ വേകും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ മസാല കിടന്ന് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ചിക്കൻ വെന്ത് കിട്ടും. ഏകദേശം ചിക്കൻ ഓക്കെ ആയ പോലെ ആയിട്ടുണ്ട്. വേണ്ട, കുറച്ചും കൂടെ വെള്ളമൊക്കെ വറ്റി നല്ല തിക്കായിട്ടുണ്ട്. ഇത് നെയ്ച്ചോറിനൊക്കെയാണ് കറക്റ്റായിട്ട് തിന്നാൻ പറ്റുക കേട്ടോ. കാസർഗോഡുകാരുടെ മെയിൻ ഒരു ഐറ്റമാണ് നെയ്ച്ചോറിൻ്റെ കൂടെ. സിമ്പിളായിട്ട് ഉണ്ടാക്കാം, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇന്ന് നമ്മൾ ഇതിനകത്തുനിന്നൊരു കഷ്ണം നമ്മളിപ്പോൾ എടുക്കുന്നുണ്ട്. എടുത്തിട്ട് വെന്തോ നോക്കണമല്ലോ. അപ്പോൾ നമ്മൾ ഇതിനകത്തൊരു കഷ്ണം എടുത്ത് നമുക്ക് മുറിച്ച് നോക്കാം. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നല്ല ഇതിനേക്കാൾ കുറച്ചുകൂടെ കളറുണ്ട് നേരിട്ട് കാണുമ്പോൾ. നന്നായിട്ട് ഉള്ളൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പീസ് ഞാനെടുത്ത് തിന്ന് നോക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ടേസ്റ്റ് ചെയ്ത വീഡിയോ ഒന്നും ഇതിനകത്തില്ല. കാരണം രാത്രി പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആയതുകൊണ്ട് രാത്രിയായിരുന്നു ഇത് ഷൂട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം ഇത് തിന്ന് നോക്കി. കൊള്ളാം, നല്ല രസമുണ്ട്. ഒരു നെയ്യിൻ്റെ ടേസ്റ്റ് മുമ്പോട്ട് വരുന്നുണ്ട്. പക്ഷേ ഇത്രയും മുളക് അരച്ചിട്ട് മുളകിൻ്റെ എരിവൊക്കെ വളരെ കുറവാട്ടോ.
അതുകൊണ്ട് തന്നെ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് നമ്മൾ ഈ മുളക് കാണുമ്പോൾ മുളക് കറി എന്നാരും പറയാൻ നിൽക്കണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം. അപ്പോൾ എല്ലാവരും കാണുക, കമൻറ്റ് രേഖപ്പെടുത്തുക, അഭിപ്രായങ്ങൾ അറിയിക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കണ്ട. ആ ഒരു കാര്യം മാത്രം പറയണ്ട. വളരെ സിമ്പിളായിട്ടുണ്ട്. 1/2 കിലോ ചിക്കൻ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. കാണുന്നില്ല, നല്ല തിക്ക് ഗ്രേവി, നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. നെയ്യ് ഇഷ്ടമില്ലാത്തവർ കുറച്ച് ഒഴിച്ചാൽ മതി. അപ്പം ബൈ ബൈ.